മാധവൻ നമ്മുടെയൊക്കെ മാഡി ആളുടെ ഒരു ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലർ, പേരിന് ഒരു ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ സോ കോൾഡ് ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളെ ലക്കി ഭാസ്കറോ സീബ്രയോ പ്രതീക്ഷിച്ചൊന്നും പോയി കാണരുത്. ഒരു ഫിനാൻഷ്യൽ ക്രൈം കോമഡി പടം അല്ലെങ്കിൽ സ്പൂഫ് പടം എന്നേ പറയാൻ പറ്റുള്ളൂ. മാധവൻ എന്തിന് ഇങ്ങനത്തെ പടത്തിൽ അഭിനയിച്ചതൊന്നും ബേസിക്കലി എനിക്കറിയില്ല, പക്ഷെ അങ്ങേര് നല്ല വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കത്തി സിനിമയിൽ ചുറ്റു 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 ആ മ്യൂസിക്കിൽ വരുന്ന വില്ലൻ ഇല്ല, അങ്ങേര് തന്നെയാണ് ഇതിലും വില്ലൻ. ശരിക്കും ഒരു കോമാളി എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതിൽ നമ്മുടെ മാധവന്റെ ക്യാരക്ടർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം. ആദ്യത്തെ പ്രണയം മാക്സിനോട് അങ്ങനത്തെ നമ്മുടെ തിലകന്റെ സ്ഫടികത്തിലെ തിലകന്റെ മകനൊക്കെ ആക്കാൻ പറ്റുന്ന ഒരാളാണ്. ആൾക്ക് വന്ന അച്ഛൻ മരിക്കുന്നതുകൊണ്ട് ആള് സീനിയർ ടിക്കറ്റ് കളക്ടർ ആയിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ ജോയിൻ ചെയ്യാണ്. പെട്ടെന്ന് ഒരു ദിവസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ 27 രൂപ പിടിച്ചിരിക്കും. മിഡിൽ ക്ലാസ്സുകാരനാണ്, പിശുക്കനാണ്. അപ്പൊ 27 രൂപ എവിടെയെന്ന് ബാങ്കിൽ ചോദിക്കാൻ പോകുമ്പോ ഡു ബാങ്ക് അങ്ങനെ എന്തോ പേര് കാണിക്കും. എസ് ബാങ്കിനെ കളിയാക്കിയതാണ് തോന്നുന്നു. അവിടെ പോകുമ്പോൾ അവർ കംപ്ലൈന്റ് എഴുതി തരാനും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഒരു 2500-3000 കോടിയുടെ സ്കാം ആണ് ഇവര് നടത്തിയിരിക്കുന്നത്. സോ അത് കണ്ടുപിടിക്കുന്ന നായകൻ എന്നാൽ പോലും പടം സീരിയസ് മോഡിലോട്ട് കയറില്ല. ഇങ്ങനെ കോമാളിത്തരം കാണിച്ചിട്ട് ഒന്നിനും കൊള്ളാത്തൊരു വില്ലൻ ഉള്ള ഒരു പടമാണ്. അതോ പിന്നെ അത് മാധവൻ പുറത്ത് കൊണ്ടുവരുന്നു, പിന്നെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ മാധവൻ ഇതിൽ ഡിവോഴ്സ്ഡ് ആണ്. അതേപോലത്തെ ഇതിലെ നായിക വന്നിട്ട് ഭർത്താവ് മരിച്ചൊരു നായികയാണ്. സോ ഇവര് തമ്മിൽ റൊമാൻസ് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ട് രണ്ടുപേരെ കൊണ്ട് റൊമാൻസ് ചെയ്യിപ്പിച്ച പോലെയാണ് ബേസിക്കലി എനിക്ക് തോന്നിയത്. വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മിഷൻ